ഹലോ, വെൽക്കം ബാക്ക്. കൊല്ലത്തെ വീട്ടിൽ വന്നു ഞാൻ. വീട്ടിൽ വന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് എല്ലാം പോവും. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡാണ്, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് കാറ് റോങ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടിരുന്നത്. റോങ് ആയിട്ടെന്ന് പറഞ്ഞാൽ രാത്രി എത്തിയപ്പോഴത്തേക്ക് സൈഡിൽ ഫുള്ള് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിൽ ഫുള്ള് കുപ്പിച്ചിലൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ച് ബാക്ക് മാത്രം കുറച്ച് റോഡിലോട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വന്ന് വണ്ടി എടുത്ത് നേരെ ഇടാനായിട്ട്, ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ചാൽ റോഡിൽ തന്നെയാണ്. നമ്മൾ ഈ ഏരിയയിൽ താമസിക്കുന്നവർക്കെല്ലാവർക്കും കാർ പോർച്ച് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. എല്ലാവരും ഒരു 4 സെൻറ്റ് 5 സെൻറ്റിനകത്താണ് താമസിക്കുന്നത്. അപ്പം എല്ലാവരും റോഡിൽ തന്നെയാണ് വണ്ടി ഇടുന്നത്. ഹർത്താലായിട്ട് കൂടിയും അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്നുണ്ട്, കണ്ടോ. കാറും 2 വീലറും ഒക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം മാക്സിമം ഒതുക്കിയാണ് ഇപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് നമ്മുടെ കൊല്ലം കുടുംബ കോടതി നിൽക്കുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചിക്കനായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് ചിക്കൻ പെരട്ട് തയ്യാറാക്കിയത്. ചിക്കൻ പെരട്ടും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണും ഭയങ്കര ഹെവി ആയിരുന്നു. ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ ചിക്കൻ പെരട്ടും പിന്നെ അവിയലുണ്ടായിരുന്നു. അവിയലും ചീരത്തോരനും ഒക്കെ അമ്മ തന്നെ തയ്യാറാക്കിയതാണ്. പപ്പടവും പിന്നെ ഇതൊരു സ്പെഷ്യൽ രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അമ്മ തയ്യാറാക്കിയതാണ്. പുളിവെള്ളവും മല്ലിയിലയൊക്കെ ചേർത്തിട്ടുള്ളൊരു പുളി രസവും അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം. അതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം കാണിക്കാം. നല്ല ടേസ്റ്റായിരുന്നു. ആ രസവും ഒക്കെ ഒഴിച്ചിട്ട് ആ ചോറ് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്തെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് എല്ലാം പോവും. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് നല്ല ടേസ്റ്റ് ആകുമ്പോൾ നമ്മൾ കഴിച്ചു പോകുമല്ലോ. പിന്നെ വല്ലപ്പോഴും ആകുമ്പോൾ കുഴപ്പമില്ല, ഹെവി ആയിട്ട് തന്നെ കഴിക്കും. ഇവിടെ വരുമ്പോൾ ഡയറ്റ് എല്ലാം പോവും. അങ്ങനെ ഉച്ചത്തെ ഊണൊക്കെ നല്ല അടിപൊളിയായിട്ട് അമ്മയും മിട്ടുമോനും ആയിട്ടിരുന്ന് നന്നായിട്ട് കഴിക്കാൻ പറ്റി. ഊണ് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ വീട്ടിൽ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു റോബസ്റ്റിൻ്റെ കൊലയാണ്, കണ്ടോ. എന്ത് മുട്ടൻ കൊലയാണെന്ന് നോക്കിക്കേ, എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയേ. നമ്മൾ ടൗണിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ ഇത്രയും സ്ഥലത്തിനകത്തായാൽ കൂടിയും അമ്മ അത്യാവശ്യം വേണ്ടുന്ന വാഴയും പച്ചമുളകും പിന്നെ അത്യാവശ്യം അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ ഇവിടെ തന്നെ ചെടിച്ചട്ടിയിലായാലും ഒക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. വലിയ റോബസ്റ്റയുടെ കൊലയാണ്. അപ്പോൾ ഇത്രയും പഴുത്ത് വന്നാൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കുറേശ്ശെ ഓരോ കൊല എടുത്തിട്ട് പഴം എടുത്തിട്ട് തോരൻ വെക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് റോബസ്റ്റിൻ്റെ ഈ പച്ച പഴം എടുത്തിട്ട് തോരൻ വെക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി 6 മണിക്ക് ശേഷം ഞാനും മോനും ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. ഈ റോബസ്റ്റിൻ്റെ തോരൻ വയ്ക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.